ദുരിതാശ്വാസ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തി വരുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള അന്നപുണ്യം പദ്ധതിയുടെ 729-ാം ഘട്ടം ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് സ്നേഹതീരം ഉതിരക്കുഴി മെതിർമല്ല വെച്ച് നടത്തുന്നതാണ്. അന്നം സ്പോൺസർ ചെയ്യുന്നത് ശ്രീമാൻ കലേശൻ, അരുണിമ പുതുശ്ശേരി മുഖ്യ അവരുടെ ചെറുമക്കളായ വിഷ്വേഷും വിഹാനും ചേർന്നാണ്. 3 പേർക്കും കുടുംബത്തിനും സ്നേഹതീരത്തെ അമ്മമാർക്കും സഹോദരിമാർക്കും ഒപ്പം സേവാസമിതിയുടെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊള്ളുന്നു. അമ്മമാരെ, ഈ ശ്രീമാൻ കലേശൻ സാറും അരുണിമ മാഡും കുഞ്ഞുങ്ങളും നമ്മളെ ഒത്തിരി പ്രാവശ്യം നമുക്ക് അന്നദാനം നൽകി സഹായിച്ചിട്ടുണ്ട്. നമുക്ക് അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഓരോ പ്രഭാതത്തിലും ഞങ്ങളെ ഓരോരുത്തരെയും സ്നേഹിക്കുകയും പുതിയൊരു ചൈതന്യവും പുതിയ സ്നേഹവും നൽകി ഞങ്ങളെ വഴി നടത്തുന്നല്ല ദൈവമേ, ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ 1000 നന്ദി പറയുന്നു. കഴിഞ്ഞ രാത്രി ഞങ്ങൾക്ക് എന്തെല്ലാം ആപത്തനർത്ഥങ്ങൾ സംഭവിക്കാമായിരുന്നു. അവിടെയെല്ലാം ഞങ്ങളെ കണ്ണിലെ കൃഷ്ണമണി പോലെ അങ്ങ് കാത്തു പരിപാലിച്ചു. ഞങ്ങളെ പോലെ കിടന്നവരെ പലർക്കും ഈ പ്രഭാതം കാണുവാൻ ഭാഗ്യം ലഭിക്കാതെ പോയി. ഞങ്ങൾക്കൊരു ദിവസം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു. നന്മ ചെയ്യുന്നതിന് മടുപ്പ് തോന്നേണ്ട എന്നറിയിച്ച ദേശനാഥ, കലേശൻ സാറിനും കുടുംബത്തിനും അങ്ങ് കൊടുത്ത അനുഗ്രഹത്തിൽ നിന്ന് ഇളയവരായ മക്കൾക്ക് ഈ കുഞ്ഞുങ്ങളും സാറും ചേർന്ന് അന്നദാനം എന്ന മഹാപുണ്യം നൽകുമ്പോൾ ഒരു വലിയ അനുഗ്രഹം കൃപയായി അത് കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ മേൽ ഞങ്ങൾക്ക് മാറുമെന്നറിയാം. നല്ല ദൈവമേ, ഇന്ന് ഈ സ്നേഹതീരത്തിൽ ഇളയവരായ മക്കളെ ഈ കുടുംബാംഗങ്ങൾ ഓർക്കുന്നതിനും സഹായിക്കുന്നതിനും അതുപോലെ പല പ്രാവശ്യവും സഹായിച്ചിട്ടുണ്ട്. അതിന് ഞങ്ങൾ ഏറെ നന്ദി പറയുന്നു. കലേശൻ സാറിൻ്റെയും കുടുംബത്തിൻ്റെയും ഗൾഫിലെ എല്ലാ ബിസിനസ്സിനെയും അവരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഉദ്യമങ്ങളെയും സംരംഭങ്ങളെയും അവരുടെ പ്ലാനുകളെയും പദ്ധതികളെയും എല്ലാം തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. തമ്പുരാൻ ആവശ്യമായതെല്ലാം നൽകി അവരെ അനുഗ്രഹിക്കണമേ. ആരോഗ്യവും ആയുസ്സും ശാന്തിയും സമാധാനവും അതുപോലെ ആപത്തനന്തരങ്ങളിൽ സംരക്ഷണവും എല്ലാ തിന്മയുടെ ശക്തിയിൽ നിന്ന് വിടുതലും കൊടുത്ത് കുടുംബത്തെയും കുടുംബത്തിലെ അംഗങ്ങളെ എല്ലാവരും കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിഹാനെയും വിശ്വേഷിനെയും പ്രത്യേക നന്ദിയോടെ ഓർക്കുന്നു. ഈ മക്കളുടെയൊക്കെ ഈ നല്ല മനസ്സുകൊണ്ടാണല്ലോ സ്നേഹതീരം, ആനന്ദതീരം, അങ്ങനെ പല സ്ഥാപനങ്ങളെയും ഈ കുടുംബാംഗങ്ങളെ സഹായിക്കുന്നുണ്ട്. സാറിൻ്റെയും മാഡത്തിൻ്റെയും പ്രത്യേകമായ പ്രാർത്ഥനാ നിയോഗങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് എന്തെല്ലാം പ്രാർത്ഥനാ നിയമങ്ങൾ ആവശ്യമുണ്ട് അതെല്ലാം ദൈവം തമ്മിൽ യാതൊരു കുറവും കൂടാതെ നൽകി ഈ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് സേവാസമിതിയുടെ അന്നപുണ്യം പദ്ധതിയുടെ 729-ാം ഘട്ടം ഇവിടെ പൂർണ്ണമാകുമ്പോൾ നല്ല ദൈവത്തിന് എത്രമാത്രം നന്ദി പറഞ്ഞാലും അധികമാവുകയില്ല. സേവാസമിതിയുടെ രക്ഷാധികാരിയായ ഡെന്നിസ് സാറിൻ്റെയും സുഖമല്ലായിരിക്കുന്ന ഞങ്ങളുടെ രംഗൻ സാറിൻ്റെയും ബിജുവിൻ്റെയും മറ്റ് സേവാസമിതിയുടെ എല്ലാ അംഗങ്ങളുടെയും പ്രാർത്ഥനാ നിയമങ്ങളെ ദൈവത്തിന് കരങ്ങളിൽ സമർപ്പിക്കുന്നു. കുടുംബത്തെയും സമർപ്പിക്കുന്നു, കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. എല്ലാവരെയും ദൈവം തമ്പുരാൻ പരിപാലിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രംഗൻ സാറിന് ആയുസ്സും ആരോഗ്യം പ്രദാനം ചെയ്യണം, രോഗപീഠകളിൽ നിന്ന് വിടുതൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സേവാസമിതിയുടെ എല്ലാ ഉപകാരികളെയും സമർപ്പിക്കുന്നു. അവരൊക്കെ ഉള്ളത് കൊണ്ടാണല്ലോ ഈ 729-ാം ഘട്ടം എത്തിച്ചേരുവാൻ സാധിക്കുക. അവരുടെയൊക്കെ കൂട്ടായ പ്രവർത്തനം, സ്നേഹം, പങ്കുവെക്കലൊക്കെ കൊണ്ടാണ് സേവാസമിതി ഇത്ര ഉയരങ്ങളിലെത്തുക. ഇനിയും ധാരാളം സ്പോൺസേഴ്സിനെ കൊടുത്ത് അതേപോലെ അംഗങ്ങളെല്ലാവരും പരസ്പര സ്നേഹത്തോടും കൂട്ടായ്മയോടും പങ്കുവെപ്പോടും ഇത്രയും കാലമുള്ളതിലധികമായി മുന്നേറുവാനുള്ള എല്ലാ കൃപകളും കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സേവാസമിതിയുടെ എല്ലാ പ്രവർത്തന മേഖലകളിലേക്കും ദൈവം തമ്പുരാൻ്റെ കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നേ ദിനം ശ്രീമാൻ കലേശൻ സാറും വിശ്വേഷും വിഹാനും അതുപോലെ അരുണിമ മാഡും ഒക്കെ ചേർന്ന് ഈ മക്കളെ ഓർത്തതിന് ഏറെ നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും മേൽ ദൈവത്തിൻ്റെ കരുണ ധാരാളമായി ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവയോടെ പ്രാർത്ഥന കേൾക്കണമേ പിതാ.